നമസ്കാരം. കുറെ നാളായി ഞങ്ങൾ വന്നിട്ടല്ലേ ഇതിന് ഫ്രണ്ടില്, ഒരുപാട് നാളായി. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ വ്ളോഗ് ചെയ്യാതിരുന്നതെന്നുള്ളതിൻ്റെ ഒരു കാരണം, പിന്നെ ഞങ്ങളുടെ ഒരു ഡ്രീം ഉണ്ട്, അതും കൂടി അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചമ്മലൊക്കെ തുടങ്ങി. ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. ഒരുപാട് പേരെ വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു, ചോദിക്കുന്നു അതെ എന്താണ് വ്ളോഗ് ചെയ്യാത്തെ. അത് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ ക്യാമറ നോക്കി സംസാരിക്കാൻ ഒരു ചമ്മലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഇല്ല, കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു TinPin സ്റ്റോറീസ്. വീഡിയോ ചെയ്യാണ്ടിരുന്നതിന്റെ കാരണം വേറൊന്നുമില്ല, ഞങ്ങളുടെ ലൈഫിൽ ചെറിയൊരു പൊട്ട സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ പ്ലൂട്ടോ ഇല്ലേ, പ്ലൂട്ടോന്റെ 6 കുട്ടികളിൽ ഒരാള് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മൾ വിട്ടുപോയി. അപ്പോൾ കുറച്ച് ഏകദേശം 2 ആഴ്ചത്തോളം ആകെ ഒന്നും ചെയ്യാനൊരു മൂഡില്ല. നമുക്ക് അന്ന് ഓവർകം ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. കൂടാതെ 3 പേരെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, പിന്നെ 2 പേര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇതിനു ശേഷം ഞങ്ങൾ ഭയങ്കര കൺസേൺഡ് ആണ് അവരെ കുറിച്ചിട്ട്. അവരെ പുറത്തേക്ക് വിടാനൊക്കെ നമുക്ക്. അപ്പൊ ഞങ്ങളിപ്പോ എവിടെയെങ്കിലും പോവാണെങ്കിൽ തന്നെ ഇവരെ പണ്ട് കുറെ നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു പിള്ളേര്. ഒരു 18 മണിക്കൂർക്ക് ഒരു ദിവസം ഉറങ്ങുമായിരുന്നു. അപ്പൊ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ തീരെ ഉറങ്ങുന്നില്ല. അപ്പോൾ ഇവരെ റൂമിൽ പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റില്ല, വീടിന്റെ പുറത്താണെങ്കിൽ തുറന്നിട്ടിട്ടും പോകാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും, ഹരി ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ പുറത്ത് പോകാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് വ്ളോഗൊന്നും ചെയ്യാൻ പോകാറില്ല. വീക്കെൻഡ്സിലാണ് അമ്മ വരിക. അപ്പൊ അമ്മ വരുന്ന സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങാൻ നോക്കും. അങ്ങനെ 2 പ്രാവശ്യം ഞങ്ങൾ 2 വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരെണ്ണം ചാവക്കാട് ബീച്ചിലേക്ക് പോയി, പാതി വഴിക്ക് ഫ്ലോപ്പായി പോയി. പിന്നെ ഞങ്ങൾ ആലപ്പുഴ പോയിരുന്നു. ആലപ്പുഴ പോകുന്ന വഴി എല്ലാം കൊണ്ടും ഒന്നും അങ്ങോട്ട് ഒത്തു വന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറെ നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, ഒരു ഇന്ത്യ ട്രിപ്പ്, അതും ഒരു റോഡ് ട്രിപ്പ് ചെയ്യണമെന്ന് കുറെ നാളെ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇപ്പൊ ഏകദേശം അതിന്റെ സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നു എന്ന് ഒരു തോന്നുന്നു. നമ്മുടെ നാട്ടിലിപ്പോ വാൻ ലൈഫ് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ വാനൊന്നുമില്ല, ആകെ ഉള്ളത് ഒരു കാറാണ്. അത് അമ്മയുടെ കാറാണ്. അപ്പൊ ആ കാറും അമ്മയുടെ നിന്ന് കടം മേടിച്ചിട്ട് ഞങ്ങള് ഒരു ഇന്ത്യ ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കാണ്. അപ്പോൾ ട്രെൻഡിങ് ആയോണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഇത് കുറെ നാളായിട്ടുള്ള നമ്മുടെ ഒരു സ്വപ്നാണ്. പിന്നെ കുറെ പേരായി പരാതി പറയുന്നു നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല എന്നത്. അപ്പോൾ നമുക്ക് കണ്ടന്റും കുറച്ച് ക്രിയേറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഈ റാൻഡമായിട്ട് കണ്ണിക്കണ്ട വീഡിയോസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ട്രാവലിംഗ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു കാർ ലൈഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം കാറിൽ കിടന്ന് പോകുന്നതല്ല. എൻ്റെ കൊച്ച് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട് ഇപ്പോൾ ഭയങ്കര സേഫാണ് സ്ത്രീകൾക്കൊക്കെ. അപ്പോൾ അത്രയും സേഫ്റ്റി ഉള്ളൊരു സമയത്ത് കാറിൽ ഭാര്യയും കൊണ്ട് നീ പോടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇതിനു മുമ്പ് ഒരു ചെറിയൊരു ഇന്ത്യ ട്രിപ്പൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നമ്മുടെ കൺട്രി കുറേ സേഫായിട്ട് തോന്നി. പക്ഷേ ഒരു പെൺകുട്ടിയുടെ കൂടെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺഫേം ആയിട്ട് പറയുന്നില്ല അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാറിൻ്റെ അകത്തായിരിക്കും കിടക്കുന്നതെന്ന്. മാക്സിമം നമ്മൾ കാറിൽ നിൽക്കുന്നു. ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്കൊരു വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റൂം എടുത്ത് താമസിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളൊരു റഫ് റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എവിടെ പോകണം അങ്ങനെയല്ല, നമുക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ അവിടെ എവിടെയും പോകുന്ന ഏകദേശം ഒരു 1-2 മാസത്തിൻ്റെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു റൂട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിലോമീറ്ററൊക്കെ എടുത്തു, എത്ര പെട്രോളാവും. പെട്രോളിന് പിന്നെ തുച്ഛമായ വില ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് പോയിട്ട് വരാം. അപ്പോൾ പെട്രോളാണ് മെയിനായിട്ട് ബഡ്ജറ്റ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് പൈസയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, കുറച്ച് വർക്കൊക്കെ ചെയ്ത് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ കാർ മോഡിഫൈ ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല. ബേസിക് ആയിട്ട് നമ്മൾ അതായത് ഓൾട്ടറേഷൻ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ ചെറിയൊരു ബെഡ് സെറ്റ് ചെയ്യണം, പിന്നെ കുക്ക് ചെയ്യണമെന്നുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ തന്നെ. കാരണം കൊറോണ കാര്യങ്ങൾ അങ്ങനെയല്ല, നമ്മളൊരു കാർ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു കുക്കിംഗ് വേണമല്ലോ. അപ്പോൾ ഭക്ഷണം പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുക്കിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പ്ലാനാണ് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്ന് ആലോചിക്കാം. അപ്പം അതൊന്ന് നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോൻ്റെ ഫ്രണ്ടിൽ വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇതിന്റെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതെ, ഏകദേശം ഒരു ഒക്ടോബർ അവസാനത്തോടു കൂടി ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവാം ഈ സമയത്താണോ യാത്ര ചെയ്യാൻ പോണേന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ ഇങ്ങനെ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഞങ്ങൾക്കുള്ള ഒരു എനർജി ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരില്ല.
അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്, ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഡ്രീം നമുക്കൊരു സത്യമാക്കാൻ പോകുന്നത്, അതെ, ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ കൊറോണയുടെ കാര്യം, അപ്പോൾ മാക്സിമം നമ്മൾ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ സേഫ് ആയിട്ടാണ് ട്രാവൽ ചെയ്യണത്. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ എന്തായാലും കുറെ അക്രമങ്ങളൊന്നും നമ്മൾ കാണിച്ച് ജനക്കൂട്ടത്തിൽ പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ആൾക്കാരെ പൊതുവെ ഒരു കൂട്ടത്തിലേക്ക് കയറി ചെല്ലുന്ന ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് കൊറോണ വരാൻ ചാൻസ് വളരെ കുറവാണ്. മാക്സിമം എത്രത്തോളം സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റൂ അത്രത്തോളം ഞങ്ങൾ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ നോക്കും. അതെ, അപ്പൊ മതി കുറെ നേരം. അപ്പൊ ഇത്ര നേരം സംസാരം കേട്ടോണ്ടിരിക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവുന്നില്ല എന്നറിയാം. അപ്പോൾ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ കാറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കാര്യം ബാക്കി അതിൻ്റെ എന്താ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണം. എങ്ങനെയാണ് അതൊക്കെ നോക്കണം. ഇതുവരെ അത് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാം. പിന്നെ നമുക്കറിയാമല്ലോ, ഞങ്ങൾ 7 മാസമായി ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ബാംഗ്ലൂരിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വഴി പോയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ എല്ലാം നമുക്ക് വരുന്ന വിശേഷങ്ങളും നിങ്ങൾ കാണും. അതെ, അപ്പോൾ കാണാം. ബൈ ബൈ.